പരിഹരിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. 40 വർഷം മുമ്പ് ഞാനിവിടെ വന്ന സമയത്തുണ്ടായ ഒരനുഭവം, ഒരു കറാമത്ത് ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ദുആയിലേക്ക് പ്രവേശിച്ചു. അന്ന് ഇവിടെ ആദ്യമായിട്ടൊക്കെ വരുന്ന കാലമാണ്, 40 വർഷം മുമ്പ്. ഇവിടെ ചെറിയ ഓല ഷെഡുകൾ കെട്ടി അതിൽ താമസിക്കുന്നവരാ കൂടുതലും. ബിൽഡിങ്ങുകളൊന്നും വന്നിട്ടില്ല. ഈ ഓല ഷെഡ് കെട്ടി താമസിക്കുമ്പോൾ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത്. ഒരു ദിവസത്തിന് 10 രൂപ കൊടുത്താൽ താമസ സൗകര്യം കിട്ടും അക്കാലത്ത്. അവരിവിടെ ഹോസ്പിറ്റലുകളെല്ലാം ഒഴിവാക്കിയത് കൊണ്ട് ഇവിടെ വന്നതാണ്. ഹോസ്പിറ്റലുകൾ വഴി ഓപ്പറേഷൻ ചെയ്യാതെ പ്രസവിച്ചു പോരില്ല. എല്ലിൻ്റെ തടസ്സമുണ്ട്, ആ എല്ല് കട്ട് ചെയ്ത് നീക്കണം. സാധാരണ ഒരു ഓപ്പറേഷനുമല്ല. അപ്പോൾ ആ എല്ല് മുറിച്ച് കളഞ്ഞെങ്കിൽ കുട്ടിക്ക് ഇങ്ങോട്ട് പോരാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വാപ്പയും ഉമ്മയും അവർ തീരുമാനിച്ച് ഏർവാടിയിൽ പോവാം. അവിടുന്ന് സുഖമായിട്ട് പ്രസവിച്ചു. ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച രാവ് അവർക്ക് സ്വപ്നത്തിൽ പറഞ്ഞു, നാളെ കുളിച്ച് ശുദ്ധിയായി പ്രസവത്തിന് തയ്യാറാവണം, നാളെ പ്രസവം ഉണ്ടാകും. അങ്ങനെ വെള്ളിയാഴ്ച രാവ് കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ച് കിടന്നു. അന്ന് രാത്രി ഓപ്പറേഷൻ നടന്നു. ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ ഓപ്പറേഷൻ നടന്നു. ഉറക്കത്തിൽ 2 സ്ത്രീകൾ പിന്നെ ഒരാളും വന്ന് ഓപ്പറേഷൻ ചെയ്തു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ രക്തമായ പഞ്ഞി കഷ്ണങ്ങളുണ്ട്. വേദനയില്ല, ഒന്നുമില്ല, ഒന്നും അറിയില്ല. കുറേ രക്തം പുരണ്ട പഞ്ഞി കഷ്ണങ്ങളും അതുപോലത്തെ കുറച്ച് സാധനങ്ങളും വസ്തുക്കളൊക്കെ ഈ കുട്ടി കിടക്കുന്നത് വിരിപ്പിൽ അവിടെ ഉണ്ട്. ജുമാക്ക് ശേഷം പ്രസവം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം സുഖമായി പ്രസവിക്കുകയും ചെയ്തു. ഓപ്പറേഷനും നടന്നു, പ്രസവിക്കുകയും ചെയ്തു. ഒരു ബുദ്ധിമുട്ട് കൂടാതെ പ്രസവിച്ചു. ഈ ഓപ്പറേഷൻ്റെ ഒരടയാളം അറിയുക പോലും ചെയ്തില്ല. ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത റൂമിൽ അന്നുണ്ടായ ഒരു കറാമത്ത് നേരെ കണ്ണോടെ കണ്ടത്. അനേകം സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് പറയാൻ മൈക്ക് തന്നാൽ ഓരോരുത്തർക്കും ധാരാളം പറയാൻ അറിയും. ഏർവാടിൻ്റെ സ്ഥിതി അതാണല്ലോ. ഒരു കറാമത്ത് ഇവിടെ നടന്നത് നമ്മൾ പറഞ്ഞത് ബർക്കത്തിന് വേണ്ടിയാണ്. ഇവിടെ ആത്മാർത്ഥമായി മനസ്സ് കൊടുത്ത് ഈ വിഷയത്തിൽ മാത്രം ചിന്ത മുഴുകി മറ്റു വിഷയങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ വന്ന കാര്യം നമ്മൾ ചിന്തിച്ച് ദിക്റും സലാത്തും ദുആവുമായി കഴിഞ്ഞുകൂടിയാൽ ഇവിടെ നിന്ന് കാര്യങ്ങൾ സാധിച്ചു പോകാം. എത്രയോ ആളുകൾ പോയവരാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പിന്നെ ഇങ്ങോട്ടന്നെ വരുന്നത്. ഇവിടുന്ന് കാര്യങ്ങൾ നേടാൻ പറ്റും. നമ്മൾ വന്നത് എന്തൊരു ലക്ഷ്യത്തിനാണോ ആ ലക്ഷ്യത്തിൽ മാത്രം മുഴുകണം. സാധാരണഗതിയിൽ ഇവിടെ വരുമ്പോൾ ഒരു 1-2 ദിവസം താമസിക്കാനുള്ള ഉദ്ദേശത്തിലാണ് വരിക. ഒരു ഖത്ം ഓതിയിട്ടാണ് തിരിച്ചു പോവുക. 2 ദിവസം 1.5 ദിവസം മതി ഒരു ഖത്ം ഓതാൻ. 1/2 മണിക്കൂർ മതി ഒരു ജുസുല് ഓതാൻ. 1/2 മണിക്കൂർ മതി. അപ്പോൾ 5 ജുസുല് ഓതാൻ 2.5 മണിക്കൂർ മതി. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെറുതായിട്ട് ചായ എന്തെങ്കിലും കഴിച്ച് 6 മണിക്ക് ഖുർആൻ ഓത്ത് തുടങ്ങിയാൽ 8:30 മണിയാകുമ്പോഴേക്ക് 5 ജുസായി. 8:30 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് പോയി 10 മണിക്ക് വീണ്ടും വരാം. അതിൻ്റെ ഇടയിൽ നമ്മളെ കക്കൂസ് പോകലും കുളിക്കലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റും. 8 മണിക്ക് വീണ്ടും വന്ന് 10 മണിക്ക് വന്ന് 8:30 മണിക്ക് നമ്മൾ പോയി 10 മണിക്ക് വീണ്ടും വന്ന് 12:30 മണിക്ക് വേറെ വാങ്ങി വിളിക്കുമ്പോഴേക്ക് 2.5 മണിക്കൂർ കൊണ്ട് 5 ജുസ് വീണ്ടും പോകാം. അപ്പോൾ 10 ജുസായി. 12:30 മണിക്ക് വേറെ വാങ്ങി കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് അല്പം വിശ്രമിച്ച് 2 മണിക്ക് വീണ്ടും വന്നിരിക്കുക. 4:30 മണിക്ക് അസർ നിസ്കരിക്കാൻ തയ്യാറായി എഴുന്നേറ്റ് പോകാം. 15 ജുസായി. പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വന്നാൽ 10 മണിയാകുമ്പോഴേക്ക് വീണ്ടും പോകാം. പിറ്റേന്ന് രാവിലെ വീണ്ടും 5 ജുസ്. ആകുമ്പോഴേക്ക് 30 ജുസ് പൂർത്തിയാക്കാൻ ഒരു പ്രയാസവുമില്ല. സാധാരണ ഇവിടെ വന്നാൽ ചെയ്യുന്നൊരു പണിയാണത്. ഈ വരവിൽ അത്ര ഉദ്ദേശിച്ചിട്ടൊന്നും വന്നിട്ടില്ല. ഇന്നെ തിരിച്ചു പോകാനുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്.
അപ്പോൾ ഒരു ഖത്തം ഓതുക ഇവിടെ വെച്ച് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല. ഒരു ദിവസം 1.5 ദിവസം കൊണ്ട് ഒരു ഖത്തം ഓതാവുന്നതേ ഉള്ളൂ. നമ്മളുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്തി കളയാതെ ഈ ഹദ്റത്തിൽ വന്ന് ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പോലത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ സലാമത്തായി നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറായ നിലക്ക് പൂർത്തീകരിച്ച് സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ